ഷിയ സൽമാൻ കുട്ടിക്ക് ഞാനേ താളങ്കര കാവാലി വഴി ചോരത്തിനം പോകുന്ന വഴിക്ക് നമ്മുടെ സെൻറ് ജോർജ് ഹൈസ്കൂളിലെ പ്രിൻസിപ്പളും കായികാധ്യാപകനും പിള്ളേരെല്ലാം കൂടി നിൽക്കുന്നു. എന്താ സംഭവം നമുക്കറിയത്തില്ല. നേരെ നമുക്ക് വീഡിയോ ഇട്ട് പോകാം, കാര്യങ്ങളെന്താണെന്നറിയാം. ഓക്കെ. സാർ നമസ്കാരം. നമസ്കാരം. പേര് ദേവസ്യാച്ചൻ, സെന്റ് ജോയ്സ് സ്കൂൾ കുട്ടികളെ കായികാധ്യാപകനാണ്. ഞാനിപ്പോൾ പോയ വഴിക്ക് ഞാൻ കണ്ടു കാഴ്ച. അപ്പം എന്താ ഇവിടെ സംഭവം എന്ന് എനിക്കറിയില്ല. ആൾക്കൂട്ടം കണ്ടു കയറിയതാ. എന്താ സംഭവം എന്ന് പറയൂ. ഇത് ഫ്യൂച്ചർ സ്റ്റാർ MLA ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്ങൽ സാറിന്റെ ഫ്യൂച്ചർ സ്റ്റാർ എന്ന പ്രോജക്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സെന്റ് ജോയ്സ് സ്കൂളിലെ ഫ്യൂച്ചർ സ്റ്റാർ അംഗങ്ങളും മറ്റ് ഏതാനും കുട്ടികളെയും കൂടെ ചേർത്ത് ഇന്ന് ഈ കാവാലി സ്പെഷ്യൽ സ്കൂളിൽ നമ്മൾ ആയിക്കോട്ടെ ഒരു നേരത്തുള്ള ഫുഡ് പൊതിച്ചോറ് വിതരണം നടത്തുകയാണ്. അപ്പം അതിൻ്റെ ഇങ്ങോട്ട് MLAയുടെ ഒരു പ്രത്യേക പ്രോജക്റ്റാണ് ഫ്യൂച്ചർ സ്റ്റാർ എന്ന് പറയുന്നത്. കാരണം പിള്ളേരുടെ അക്കാഡമിക്കിലുള്ള കാര്യങ്ങളും കായികപരമായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് നമ്മൾ ഇങ്ങോട്ട് ഒരു ദിവസത്തെ വിനോദയാത്രയൊക്കെ കൊണ്ടുപോവുക ചെയ്തായിരുന്നു MLAയുടെ ആഭിമുഖ്യത്തിൽ. അപ്പോൾ ഈ പിള്ളേർക്ക് ഇങ്ങനെ ഈ നമ്മളെ തിരിച്ചറിയേണ്ട കുട്ടികളുടെ കൂടെ നമ്മുടെ കുട്ടികൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നടത്തിയ കാര്യങ്ങളാണ് നമ്മൾ. നല്ല പരിപാടിയാണ്, നല്ല കേസാണ് കേട്ടോ, നല്ല കാര്യം. പേരാണ് ഷെസ. നല്ല പേരാണല്ലോ, പറ. അപ്പോൾ നമ്മുടെ പൂഞ്ചാർ നിയോജകമണ്ഡലത്തിലെ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സാറിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന ഒരു പ്രോഗ്രാമാണ് ഫ്യൂച്ചർ സ്റ്റാർസ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. സെന്റ് ഡൊമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളിയിലെ മുൻ ഹെഡ് മിസ്ട്രസ് ആയ ഡോക്ടർ ആൻസി ജോസഫ് മേഡത്തിന്റെ പദ്ധതി പ്രകാരമാണ് ഈ പരിപാടി തുടക്കം കുറിച്ചത്. 4 വർഷമായിട്ട് ഇപ്പോൾ ഈ പരിപാടി തുറന്നു വരുന്നു. പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ ഓരോ വ്യത്യസ്ത സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന പിള്ളേരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ പേര് അന്ന. ഞാൻ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഈ ഒരു ഫ്യൂച്ചർ സ്റ്റാർസ് പദ്ധതിയിലൂടെ എല്ലാ കുട്ടികൾക്കും അവരുടേതായ കഴിവുകൾ വികസിപ്പിക്കാനുള്ളൊരു വലിയൊരു സ്റ്റേജ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ളൊരു വലിയ വേദിയാണ് ഈ ഫ്യൂച്ചർ സ്റ്റാർസ് എന്ന് പറയുന്നത്. ഡിബേറ്റ്, പ്രസംഗം, അങ്ങനെ കുറേ കോമ്പറ്റീഷൻസ് നടത്തിയിരുന്നു. അതിലൂടെ എല്ലാം നമുക്ക് കുട്ടികൾക്കൊരു വലിയ കഴിവ് തെളിയിക്കാനായിട്ടുള്ള ഒരു അവസരമാണിത്. അതെ. പരീക്ഷയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് നേരത്തേക്കും എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അവരെല്ലാം ഓർത്തും പ്രാർത്ഥിക്കാം.
താരം കാറ്റിനക്കരെ ഒഴിഞ്ഞു പോയ രാഗം കരവിനക്കരെ ദേവതാരും പൂക്കതാരും നീ മറന്നുപോ ഈ വ്രതമാം ജ്യോതികൾ മറന്നുപോ ദേവതാരും പൂക്കതാരും നീ മറന്നുപോ ഈ വ്രതമാം ജ്യോതികൾ മറന്നുപോ മഞ്ഞളയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ ഈ തമ്പുരുവേ തങ്ങി നിന്ന കാവ്യമല്ലയോ മഞ്ഞളയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ ഈ തമ്പുരുവേ തങ്ങി നിന്ന കാവ്യമല്ലയോ നമ്മുടെ കുഞ്ഞുമക്കളുണ്ടാക്കിയ സാധനങ്ങളാട്ടോ. എന്ത് രസമാണെന്ന് നോക്കി. ഇത്രയും കഴിവുള്ള പിള്ളേരല്ലായിരിക്കും. നോക്കി കണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിരില്ലേ. കണ്ടോ, ഇതിന്റെയൊക്കെ രക്ഷിതാവ് നമ്മുടെ അച്ചുവാ കേട്ടോ. ഇത് ഈ കുപ്പിയെ കണ്ട ഈ വെച്ചിരിക്കുന്ന ഇതെല്ലാം അച്ചു തന്നെ നൂല് മേടിച്ചോണ്ട് വന്ന ഉണ്ടാക്കുന്ന അല്ലേ. തന്നെ ഉണ്ടാക്കുന്ന. പിന്നെ അവർക്ക് വേറെ പരിപാടിയില്ല. ഇത് വർക്ക് പൂർത്തിയായിട്ടില്ല കേട്ടോ. ആള് വരച്ചോണ്ടിരിക്കുകയല്ല, ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ല നൂല്. ഈ ബായിക്ക് ഇവരുണ്ടാക്കിയത് കേട്ടോ. ഇത് ബാഗ് അതിന് വേറൊരു സ്പെഷ്യൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാവേ. ഒരു പേഴ്സ് ഇത് ഇവിടെ ഒരു ഇത് തുറക്കുമ്പോൾ ഇവിടെ രണ്ട്. നമ്മളിനി മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ സഞ്ചിയായിട്ട് ഉപയോഗിക്കാം. സഞ്ചിയായിട്ട് അത് കൊള്ളാം കേട്ടോ. ഇതാരുണ്ടാക്കിയത്? ഇതൊക്കെ എൻ്റെ ഐഡിയയ്ക്ക് ഉദിച്ചു വന്ന ഒരു സഞ്ചിയാണ്. തയ്ക്കുന്നതാണ്. ഇത് ഒരുപാട് ഞങ്ങൾക്ക് വിപണനം ഉള്ളതുമാണ്. അപ്പോൾ നമുക്ക് മത്സ്യമോ മാംസമോ അല്ലെ പാല് അങ്ങനെയൊക്കെ വെച്ചാൽ ഇത് കഴുകി നമുക്ക് ഉപയോഗിക്കാം. ശരി, നല്ലതാണ് കേട്ടോ. അടിപൊളി. ഇപ്പൊ ഈ ഷിമ്മിക്കൂടും എല്ലാം നിരോധനമാണ്. കാരണം ഇതിന് ഉപകാരപ്പെടും ആൾക്കാർക്ക്. കൈ കൊണ്ടുനടക്കാം, പേഴ്സായിട്ട് ഉപയോഗിക്കും. ഇതിന് വെൽക്കം ചെയ്യാൻ വേണ്ടി ഞങ്ങളോട് ഒത്തിരി പേര് ഓർഡർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കും? തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അല്ലേ. ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഓർഡർ ഉണ്ടെങ്കിൽ, ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു പീസ് ആണെങ്കിൽ പോലും ഇവർ തരും. നമ്മൾ കേട്ടോ, നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ ഓർഡർ ചെയ്യുക. അത് അവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും കേട്ടോ. ഏത് കളർ വേണമെങ്കിലും ഞങ്ങൾ കളർ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ പറയുന്ന കളറിൽ കിട്ടും കേട്ടോ. കളർ ചെയ്യാം. പക്ഷെ ഇത് വാഷ് ചെയ്ത് എടുത്താൽ മതി. നമ്മളിനി മാംസം മേടിച്ചാൽ ഇത് വാഷ് ചെയ്തെടുക്കാം. ഓക്കെ, അടിപൊളി. വർഷങ്ങളോട് ഉപയോഗിക്കുകയും ചെയ്യാം. വീണ്ടും നമ്മളിത് നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ വീണ്ടും മടക്കുന്നു, തിരിച്ചു മടക്കി ഇതുപോലെ തന്നെ പേഴ്സായിട്ട് ഉപയോഗിക്കും. നല്ലൊരു ഐഡിയ. വീണ്ടും നമ്മുടെ ബൈക്കിലാണേലും ബോക്സ് വെച്ച് കൊടുത്താൽ കയ്യിൽ പിടിച്ചുണ്ടാക്കാമല്ലോ. കഴിക്കാത്ത മൊബൈലും പൈസ ആക്കി വെക്കാമല്ലോ. പൈസ വെക്കാം. മൊബൈലും ഫോണാണേലും വയ്ക്കാം. ആവശ്യമുള്ളവർ കേട്ടോ, എല്ലാവർക്കും ഒരു സഹായവും